This is Tiju and today we will be discussing about IELTS writing. സോ നമ്മൾ ഇന്ന് IELTS റൈറ്റിങ്ങിൽ കോമൺ ആയിട്ടും കണ്ടുവരുന്ന 10 മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡിസ്കസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ സ്കോർ ബൂസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. So before starting, let's wait for a couple of minutes so that everybody could join our session. Okay, so once again, good afternoon. So we'll be discussing about common mistakes in our writing. Okay, Anju, good afternoon. So the first one is not studying the band score descriptors. നമുക്ക് ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സ് എന്നൊരു കാര്യം അവർ തന്നെ IDP സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്തിൻ്റെ ബേസിസിലാണ് നമുക്ക് ആ ഒരു സ്കോർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഹൗ വി ഗെറ്റ് ദാറ്റ് സ്കോർ. സോ ഇതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട റിക്വയർഡ് സ്കോറിന് ഏത് രീതിയിലാണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള നമുക്കൊരു ഐഡിയ ഉണ്ടാവുകയുള്ളൂ. സോ ദിസ് ഈസ് ഗിവൺ ഇൻ അവർ IDP വെബ്സൈറ്റ്. നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടാസ്ക് 1ൻ്റെയും ടാസ്ക് 2ൻ്റെയും സെപ്പറേറ്റ് സ്കോർ അറിയാനായിട്ട് സാധിക്കും. ഏത് രീതിയിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് സ്കോർ അച്ചീവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ഇതുവഴി കിട്ടുന്നതാണ്. സോ യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. ആൻഡ് അവർ സെക്കൻഡ് പോയിൻ്റ് ഈസ് യൂസിങ് ആൻ ഇൻഅപ്രോപ്രിയേറ്റ് ഫോമാറ്റ്. നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു ഫോമാറ്റ് ഫോളോ ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ദാറ്റ് മീൻസ് നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാരഗ്രാഫ് അറേഞ്ച് ചെയ്തിട്ടാണ് റൈറ്റ് ചെയ്യേണ്ടത്. ഇൻ അവർ ടാസ്ക് 2 ഓർ ടാസ്ക് 1 ഏതാണ് എഴുതെങ്കിൽ കൂടിയും നമുക്കൊരു 4-5 പാരഗ്രാഫ്സ് ആണ് ടോട്ടൽ വേണ്ടത്. അതിന് പകരമായിട്ട് ചെറിയ ഒരുപാട് പാരഗ്രാഫുകൾ എഴുതുന്നതോ അല്ലെങ്കിൽ ഹോൾ ആൻസറിനെ ഒരു 1 പാരഗ്രാഫിലേക്ക് മാറ്റുകയോ ചെയ്തതാണെങ്കിൽ നമുക്ക് ആ ഒരു റീഡിങ്ങിനൊരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവുകയില്ല. സോ യു ഹാവ് ടു ഫോളോ എ ഫോമാറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ലെഫ്റ്റ് അലൈൻമെൻറ്റ്, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഷീറ്റിൽ മാർജിൻ പ്രൊവൈഡഡ് ആണ്. സോ ആ മാർജിനിൽ നിന്ന് വേണം നിങ്ങൾ എഴുതി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. യു ഹാവ് ടു ഫോളോ ദ ലെഫ്റ്റ് അലൈൻമെൻറ്റ്. ദെൻ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു 1 ലൈൻ ഗ്യാപ്പ് വിട്ടിട്ട് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് കാണുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങൾ എങ്ങനെയാണ് സ്ട്രക്ചർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സോ യു ഹാവ് ടു ഫോളോ എ പ്രോപ്പർ ഫോമാറ്റ്. ഒരു പ്രോപ്പർ ഫോമാറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ദെൻ ദ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് യൂസിങ് ദ റോങ് ടോൺ. നമ്മളുടെ IELTS റൈറ്റിംഗ് എന്ന് പറയുന്നത് അക്കാഡമിക് ലാംഗ്വേജ് ആണ്. ദാറ്റ് മീൻസ് യു ഹാവ് ടു റൈറ്റ് യൂസിങ് ഫോർമൽ വേ ഓഫ് ഇംഗ്ലീഷ്. ഫോർമൽ ഇംഗ്ലീഷിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ബട്ട് പലരുടെയും പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് ഇൻഫോർമൽ ഇംഗ്ലീഷിലുള്ള റൈറ്റിംഗ് കാണാനായിട്ട് സാധിക്കും. ബട്ട് ഇഫ് യു ടേക്ക് ദ കേസ് ഓഫ് ടാസ്ക് 1 ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിൽ തന്നെ ജനറൽ ആണെങ്കിൽ നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്ത് ഇഫ് യു ആർ റൈറ്റിംഗ് ആൻ ഇൻഫോർമൽ ലെറ്റർ, ഒരു ഫ്രണ്ട്ലി ലെറ്റർ ആണ് എഴുതുന്നത്, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളൊരു നോർമൽ ടോൺ യൂസ് ചെയ്ത്, അതായത് ഫോർമൽ ആയിട്ടുള്ള രീതിയിലൊന്നും വേണമെന്നില്ല, ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാവുന്നതാണ്. ബട്ട് ഇൻ യുവർ ടാസ്ക് 2 നിങ്ങളൊരു ഫോർമൽ വേ വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ടാസ്ക് 1 എഴുതുന്ന സമയത്ത് അക്കാഡമിക്കിൻ്റെ ടാസ്ക് 1 എല്ലാം ഫോർമൽ ഇംഗ്ലീഷിൽ തന്നെയാണ്. ജനറലിലേക്ക് വരുന്ന കേസിൽ ഇൻഫോർമൽ ലെറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ ഇൻഫോർമൽ വേയിൽ എഴുതുന്നത്, അതായത് ഫോർമൽ ഇംഗ്ലീഷ് അല്ലാണ്ട് എഴുതുന്നത്. ബാക്കി 2 ലെറ്ററും ഫോർമൽ ആൻഡ് സെമി ഫോർമൽ ലെറ്റേഴ്സ് നിങ്ങൾ ഫോർമൽ ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതേണ്ടതായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടാസ്ക് 2 നോക്കുന്ന സമയത്ത് ദിസ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. In the first example നമ്മൾ വായിക്കുകയാണെങ്കിൽ കാണാം, there are a bunch of reasons why people decide to work for themselves. One of the big ones is the money.
Unlike those who have regular jobs, self-employed folks get to call the shots and pocket all the dough. സോ ഇതിൽ നമുക്ക് വായിക്കുന്ന സമയത്ത് കാണാം ഇൻഫോർമൽ ആയിട്ടുള്ള പല യൂസേജസും ഇതിലുണ്ട്. ഫോർ എക്സാമ്പിൾ എ ബഞ്ച് ഓഫ്, ദെൻ ഫോക്സ്, അതുപോലെ ഇഡിയംസ് ആയിട്ടുള്ള കോൾ ദ ഷോട്ട്സ്, പോക്കറ്റ് ഓൾ ദ ഡൗ, ഇതെല്ലാം ഇഡിയംസ് ആണ്. ബട്ട് ഫോർമൽ വേ ഓഫ് റൈറ്റിങ്ങിൽ നമുക്ക് ഇഡിയംസ് യൂസ് ചെയ്യാനായിട്ടും സാധിക്കില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എ ബഞ്ച് ഓഫിന് പകരമായിട്ട് യു ക്യാൻ സിംപ്ലി റൈറ്റ് ലൈക്ക് എ നമ്പർ ഓഫ്. എ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ അതൊരു ഫോർമൽ വേ ഓഫ് റൈറ്റിംഗ് ആണ്. ദെൻ ഫോക്സ് എന്ന് പറയുന്നതിന് പകരമായിട്ട് യു ക്യാൻ റൈറ്റ് പീപ്പിൾ, നമ്മൾ ആളുകളെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് എന്ന് കൊടുത്താലും ഇറ്റ്സ് ഫൈൻ. ദെൻ കോൾ ദ ഷോട്ടിനും പകരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ടു മേക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ പോക്കറ്റ് ഓൾ ദ ഡൗ, അതിന് പകരമായിട്ട് ടു റിസീവ് ദ റവന്യൂ. സോ ഇൻഫോർമലും ഫോർമലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് സ്ലാങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഡിയംസ് ആയിട്ടുള്ള ഒന്നും തന്നെ നിങ്ങളുടെ റൈറ്റിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. യു ഹാവ് ടു ഫോളോ ദ പ്രോപ്പർ ഫോർമൽ ഇംഗ്ലീഷ്. സോ ഇതിന് പകരമായിട്ട് നമുക്ക് നല്ല രീതിയിൽ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് കുറച്ചും കൂടി അക്കാഡമിക് ലാംഗ്വേജിൽ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് റീപ്രൊഡ്യൂസ് ചെയ്ത് നോക്കാം, നമുക്ക് എങ്ങനെയാണ് എഴുതാൻ സാധിക്കുന്നത് എന്നുള്ളത്. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. Some of the most common reason for self-employment are the income and lifestyle that it may provide. Unlike employees whose responsibilities and income are determined by their employers, people who work for themselves are free to implement their ideas as quickly as they can and they receive all the revenue. സോ ആ സെയിം കാര്യം മുകളിൽ പറഞ്ഞിട്ടുള്ള ആ സെയിം കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇറ്റ്സ് റിട്ടൺ ഇൻ എ ഫോർമൽ വേ ഓഫ് ഇംഗ്ലീഷ്. ഒരു ഫോർമൽ ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ എഴുതുന്ന സമയത്തും ഇൻഫോർമൽ സ്ലാങ്സ് യൂസ് ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ബട്ട് ഇഫ് യു ആർ റൈറ്റിംഗ് എ ലെറ്റർ, നമ്മളൊരു ലെറ്റർ ആണ് എഴുതുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ യു ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു എ ഷോപ്പ് മാനേജർ, നമ്മളൊരു ഷോപ്പ് മാനേജറിനാണ് ലെറ്റർ എഴുതുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഫോർമൽ ലെറ്റർ ആണ് എഴുതുന്നത്, നമ്മൾ എന്തൊരു കംപ്ലയിൻ്റ് ആയിരിക്കാം മേ ബി പറയാൻ പോകുന്നത്. സോ അവിടെ നമുക്ക് എഴുതാൻ പാടില്ലാത്തൊരു രീതിയാണ് ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് മൈക്രോവേവ് ഓവൻ ഐ ഗോട്ട് ഫ്രം യുവർ പ്ലേസ് ദ അതർ ഡേ. സോ ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പം തന്നെ നിങ്ങൾക്കറിയാം അതൊരിക്കലും ഒരു ഫോർമൽ അല്ലെങ്കിൽ ഒരു പൊളൈറ്റ് വേ ഓഫ് ടോക്കിംഗ് അല്ല. ഒരു മാനേജറിൻ്റെ അടുത്ത് നമുക്കൊരിക്കലും ഇങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ സെയിം കാര്യം തന്നെ നമ്മൾ കുറച്ചും കൂടെ പൊളൈറ്റായിട്ട് കുറച്ചുകൂടെ താഴ്മയോടെ നമ്മളൊരു ഫോർമൽ വേയിൽ വേണം റൈറ്റ് ചെയ്യാനായിട്ട്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ റൈറ്റ് ലൈക്ക് ഐ റൈറ്റ് ഇൻ ദിസ് ലെറ്റർ വിത്ത് റിഗാർഡ് ടു ആൻ ഐറ്റം ഐ പർച്ചേസ്ഡ് അറ്റ് യുവർ സ്റ്റോർ ഇൻ നോ സ്ട്രീറ്റ് ഓൺ സാറ്റർഡേ ദ 5th of May. സെയിം കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്, ബട്ട് വി ആർ മോർ പൊളൈറ്റ് ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ്. സോ അങ്ങനെ പൊളൈറ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ബട്ട് ഇഫ് യു ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട്, ഒരു ഫ്രണ്ടിനാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ഇൻഫോർമൽ ലെറ്റർ ആണ് നിങ്ങൾ എഴുതുന്നത്. ഇൻഫോർമൽ ലെറ്റർ എഴുതുന്ന സമയത്ത് ഇതുപോലെ സ്ട്രക്ചർ ഒന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഇഡിയംസോ ഫ്രേസസോ എന്ത് വേണമെങ്കിലും അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ഐ ഹാവ് ബീൻ മീനിങ് ടു ഗെറ്റ് ഇൻ ടച്ച് ഫോർ ഏജസ് ബട്ട് ലൈഫ് here is been a bit hectic. I'm on the go from morning to night. സോ ഈ രീതിയിൽ പറയുമ്പം ഐ എം ഓൺ ദ ഗോ ഇതെല്ലാം ഫ്രേസസ് ആണ്. ബട്ട് നമ്മളൊരു ഇൻഫോർമൽ ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മുടെ സ്പീക്കിംഗ് സ്ലാങ് യൂസ് ചെയ്ത് എഴുതിയാലും ഒരു പ്രശ്നവുമില്ല. ബിക്കോസ് വി ആർ റൈറ്റിംഗ് ലെറ്റർ ടു അവർ ഫ്രണ്ട്, നമ്മൾ നമ്മുടെ ഫ്രണ്ടിനാണ് ലെറ്റർ എഴുതുന്നത്. അതിൽ വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് നമ്മളൊരു ഫോർമൽ അല്ലെങ്കിൽ സെമി ഫോർമൽ ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ അക്കാഡമിക് ഇംഗ്ലീഷ് തന്നെ ഫോളോ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. And the third mistake is not making your position clear. നിങ്ങൾക്കൊരു essay question ചോദിക്കുന്ന സമയത്ത് you should have a clear position. ഇതിലേത് സൈഡിനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി ക്ലിയർ ആയിട്ടും നിങ്ങളുടെ റൈറ്റിങ്ങിൽ ഉണ്ടാവണം. ഇത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 essaysലാണ്. The first one is discuss both views and give your opinion. And the second one is to what extent do you agree. സോ ഇതിൽ രണ്ടിലും നമ്മുടെ സൈഡ് എന്താണ്, നമ്മൾ ഏത് സൈഡിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ടും പറഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് മേക്ക് ഷുവർ യു ഹാവ് ടു റൈറ്റ് ദിസ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. നിങ്ങളുടെ ഓപ്പണിംഗ് പാരഗ്രാഫിൽ ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്തതിന് ശേഷം തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് പലരും ഇത് കൺക്ലൂഷനിലാണ് എഴുതാറുള്ളത്. സോ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു എക്സാമിനർ കൺക്ലൂഷൻ വരെ വായിച്ചെത്തേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളോട് ഇവിടെ ഡയറക്റ്റ് ഒപ്പീനിയൻ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഏത് സൈഡിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഐഡിയ എന്താണ് എന്നുള്ളത് എപ്പോഴും ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുക. ബിക്കോസ് ഇറ്റ് വിൽ ബി ഈസി ടു കൺവേ ചെയ്യാനായിട്ടും അതായിരിക്കും എളുപ്പമായിട്ടുള്ളത്. ഓക്കെ ശ്രീകുമാർ, ഗുഡ് ആഫ്റ്റർനൂൺ. എവിൻ, ഗുഡ് ആഫ്റ്റർനൂൺ. So I hope this is clear for you.
സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. നമ്മളൊരു എഗ്രി ഡിസഗ്രി ടൈപ്പ്, അതായത് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി ടൈപ്പ് ഒരു എസ്സേയുടെ ഒരു എസ്സേ പ്രോംപ്റ്റ് ആണിത്. വൺസ് ചിൽഡ്രൻ സ്റ്റാർട്ട് സ്കൂൾ, ടീച്ചേഴ്സ് ബിക്കം എ മോർ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ചിൽഡ്രൻസ് ഇൻ്റലക്ച്വൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് മോർ ദാൻ പേരൻസ്. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി? നിങ്ങൾ ഇതിനോട് എത്രത്തോളം യോജിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ ആൻഡ് ഇൻക്ലൂഡ് എനി റെലവൻറ്റ് എക്സാമ്പിൾ ഫ്രം യുവർ ഓൺ എക്സ്പീരിയൻസ് ഓർ നോളജ്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിന്നുള്ള എക്സാമ്പിൾ എഴുതാം എന്ന് അവർ തന്നെ അവിടെ പ്രൊവൈഡഡ് ആണ്. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അവർ ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇൻട്രൊഡക്ഷൻ എഴുതാവുന്നതാണ്. It has been said that teachers rather than parents have a great impact on how young children develop conceptual and social skills. So നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്തു, പാരഫ്രേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. Now we have to state our opinion. നമ്മൾ ഇവിടെ എന്താണ് തിങ്ക് ചെയ്യുന്നത്, നമ്മുടെ സൈഡ് ഏതാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ടും സ്റ്റേറ്റ് ചെയ്യുക. So I have written like, in this essay, I shall argue that although teachers do play an important role, I strongly believe that a great deal of learning also occurs at home. So ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ന്യൂട്രൽ ഒപ്പീനിയൻ ആണ്. നിങ്ങളോട് ടു വാട്ട് എക്സ്റ്റെൻറ്റ് എന്ന് ചോദിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ന്യൂട്രൽ ഒപ്പീനിയൻ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ എന്ത് ഒപ്പീനിയൻ കൊടുക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല, ബട്ട് യു ഹാവ് ടു ക്ലാരിഫൈ ദാറ്റ്. ആ ഒരു കാര്യം ക്ലിയർ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഒപ്പീനിയന് ഏത് സൈഡിലേക്ക് സ്റ്റിക്ക് ചെയ്താലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കാനല്ല. സോ മേക്ക് ഷുവർ യു എക്സ്പ്ലെയിൻ യുവർ ഒപ്പീനിയൻ ക്ലിയർലി. നിങ്ങളുടെ സൈഡ് മെയിനായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു ക്ലാരിറ്റി എക്സാമിനറിന് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് യുവർ ഒപ്പീനിയൻ ഈസ് ആസ് ലോങ് ആസ് യു ഹാവ് വൺ. എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒരു പെർട്ടിക്കുലർ സൈഡിലേക്ക് തന്നെ സ്റ്റിക്ക് ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല. ബട്ട് ആ ഒരു സൈഡിന് നിങ്ങളുടെ സൈഡിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. വൈ യു ആർ ടേക്കിംഗ് ദിസ് ഒപ്പീനിയൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ എസ്സേയിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ദ നെക്സ്റ്റ് മിസ്റ്റേക്ക് ഈസ് നോട്ട് ഡെവലപ്പിംഗ് ഐഡിയാസ് വിത്ത് ഗുഡ് എക്സാമ്പിൾ. സോ നിങ്ങളുടെ ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സ് ക്ലിയർ ആയിട്ടൊന്ന് റീഡ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം, ഒരു ക്ലിയർ റെസ്പോൺസ്, ഒരു ക്ലിയർ പൊസിഷൻ കൊടുത്തിട്ടുണ്ടാവണം. ദെൻ യു നീഡ് ടു എക്സ്റ്റെൻഡ് സപ്പോർട്ട് ദ മെയിൻ ഐഡിയാസ് യൂസിങ് എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ ഒരു ഐഡിയ എക്സ്റ്റെൻഡ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പോൾ പലരും പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് പോവാറുണ്ട്. ബട്ട് ദെയർ മേ നോട്ട് ബി ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ പലരുടെയും പാരഗ്രാഫിൽ ഉണ്ടാവാറില്ല. സോ വൈൽ യു ആർ റൈറ്റിംഗ് യുവർ പാരഗ്രാഫ്, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പോയിന്റ് ഇലാബറേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു എക്സാമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ട് എക്സാമ്പിൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മുടെ ലൈഫിൽ നിന്നോ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നോ, ദാറ്റ് മീൻസ് നമുക്ക് അറിയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് എക്സാമ്പിൾ കൊടുക്കുന്നതിനാണ് കൂടുതൽ സ്കോർ നിങ്ങൾക്ക് അക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് രണ്ട് എക്സാമ്പിൾ സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ്, ഇൻ അവർ ഫാമിലി വി വെയർ എൻകറേജ് ടു ടോക്ക് അബൌട്ട് അവർ സ്കൂൾ ഡേ വിത്ത് അവർ പേരൻസ് ആൻഡ് ദേ വെയർ ഓൾവേസ് അറൗണ്ട് ടു ഹെൽപ്പ് ഔട്ട് വിത്ത് അവർ ഹോംവർക്ക്. സോ ഞാൻ എൻ്റെ ഫാമിലിയിലെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ്, എ റീസെൻറ്റ് സർവേ പബ്ലിഷ്ഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൺക്ലൂഡഡ് ദാറ്റ് ഓൺലി 23% ഓഫ് പേരൻസ് ഹെൽപ്പ് ദെയർ ചിൽഡ്രൻ വിത്ത് ഹോംവർക്ക്. സോ ഈ ഒരു രണ്ട് എക്സാമ്പിൾ സെൻറ്റൻസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇൻ ദ സെക്കൻഡ് വൺ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അതാണ് കുറച്ചും കൂടി ക്രെഡിബിൾ ആയിട്ടുള്ളത്. ബിക്കോസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നടന്നൊരു സർവേ അനുസരിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓവറോൾ ആ ഒരു സൊസൈറ്റിയിലെ മുഴുവൻ കാര്യവും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകുന്നത്. ബട്ട് അതിനേക്കാളും നിങ്ങൾക്ക് എപ്പോഴും സ്കോർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്കറിയുന്ന നമ്മുടെ ലൈഫിലെ എക്സാമ്പിൾസ് ആയിരിക്കും. സോ ഓൾവേസ് റിമെമ്പർ ടു റൈറ്റ് ആൻ എക്സാമ്പിൾ ഫ്രം യുവർ ഓൺ നോളജ്. നിങ്ങളുടെ നോളജിൽ നിന്ന് ഒരു എക്സാമ്പിൾ എഴുതാനായിട്ടും ശ്രമിക്കുക. ബിക്കോസ് ഈ ഒരു സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജസ്റ്റ് ആർട്ടിഫിഷ്യലി ഇൻജെക്റ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു ഉറപ്പില്ലാണ്ട് മേ ബി നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാവാം ഈ ഒരു എക്സാമ്പിൾ. അതുകൊണ്ട് എപ്പോഴും ഇതുപോലത്തെ എക്സാമ്പിൾസ് അവോയ്ഡ് ചെയ്തിട്ട് യു ഹാവ് ടു റൈറ്റ് ആൻ എക്സാമ്പിൾ ഫ്രം യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ നിന്നൊരു എക്സാമ്പിൾ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ അഞ്ജു, ഗുഡ് ആഫ്റ്റർനൂൺ.
ആൻഡ് ദ നെക്സ്റ്റ് മിസ്റ്റേക്ക് ഈസ് ബാഡ് പ്ലാനിങ് ആൻഡ് ടൈമിങ്. നമുക്ക് തന്നെ അറിയാം IELTS എക്സാം എന്ന് പറയുന്നത് 1 hour ആണ് റൈറ്റിങ്ങിന് നമുക്ക് കിട്ടുന്ന ടൈം. ആൻഡ് ഇൻ ദിസ് 1 hour യു ഹാവ് ടു റൈറ്റ് ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2. ഒരു ടാസ്ക് 1 ഒരു 150 to 200 വേർഡ്സിലും ടാസ്ക് 2 ഒരു 250 to 300 വേർഡ്സിലും എഴുതണമെങ്കിൽ വി ഹാവ് ടു റൈറ്റ് ദ ടാസ്ക് 1 വിത്തിൻ 15 minutes ആൻഡ് ദ ടാസ്ക് 2 വിത്തിൻ 35 to 40 minutes. ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ദെൻ നമ്മൾ എല്ലാം എഴുതിയതിന് ശേഷം പ്രൂഫ് റീഡ് ചെയ്യാനും ഒക്കെ നമുക്ക് സമയം ആവശ്യമാണ്. നമ്മൾ പ്രൂഫ് റീഡ് ചെയ്യാണ്ട് പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന കാര്യം തന്നെ മേ ബി മിസ്റ്റേക്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാതെ കൊടുക്കുന്ന പോലെയാവും. സോ ഇത്രയും കാര്യത്തിന് നമുക്ക് സമയം ആവശ്യമായതുകൊണ്ട് തന്നെ നമുക്കറിയാം നമുക്ക് ഒരുപാട് സമയം അവിടെ കിട്ടുന്നില്ല. നമ്മൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ബൗണ്ടിനുള്ളിൽ നിന്നിട്ടാണ് എഴുതാനായിട്ട് പോകുന്നത്. സോ ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് തന്നെ നമുക്ക് 1 hourൽ ടാസ്ക് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ വൈൽ യു ആർ പ്രാക്ടീസിങ് മേക്ക് ഷുവർ യു പ്രാക്ടീസ് വിത്തിൻ 1 hour. 1 hourനുള്ളിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹോളിൽ ചെല്ലുന്ന സമയത്തും 1 hourൽ ഇത് എഴുതി തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ പലരും എത്ര ടൈപ്പ് എസ്സേ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ എത്ര ടൈം, ഒരു എസ്സേയിൽ എത്ര ടൈം, എത്ര പാരഗ്രാഫ് അറേഞ്ച് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഇത് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കാറില്ല. നമ്മൾ ആദ്യം തന്നെ എത്ര ടൈപ്പ് എസ്സേ ഉണ്ട്, അതിൽ ഓരോന്നിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതെല്ലാം നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ എഴുതി തുടങ്ങാനായിട്ട് സാധിക്കും. ബട്ട് ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് ദ സ്ട്രക്ചർ, നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ടും പാടുള്ളൂ. നമ്മൾ ഒരു എസ്സേ എഴുതുന്ന സമയത്ത് ഒരു 4 or 5 പാരഗ്രാഫ്സിലാണ് നമ്മൾ എസ്സേ എഴുതേണ്ടത്. ആൻഡ് വി ഹാവ് ടു റൈറ്റ് an introduction, then body paragraph 1, body paragraph 2, maybe a body paragraph 3, then a conclusion. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എസ്സേയിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ബോഡി പാരഗ്രാഫിൽ വരുന്ന സമയത്ത് തന്നെ നമ്മൾ പോയിൻറ്റ്, ദെൻ എക്സ്പ്ലനേഷൻ, ദെൻ എക്സാമ്പിൾ, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പാരഗ്രാഫും അറേഞ്ച് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സ് അനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈഡ് സ്കോറിലേക്ക് നമുക്ക് എത്താനായിട്ടും സാധിക്കുകയുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് കോമൺ മിസ്റ്റേക്ക് ഈസ് പുവർ പാരഗ്രാഫിംഗ്. പലരും എഴുതുന്ന സമയത്ത് ഒന്നെങ്കിൽ പാരഗ്രാഫിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലാവാം, മേ ബി 6 or 7 പാരഗ്രാഫ്സ്. അത്രയും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ പാരഗ്രാഫ് സൈസ് ഭയങ്കര ചെറുതായിരിക്കാം, അല്ലെങ്കിൽ പാരഗ്രാഫിന് സ്ട്രക്ചർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ സ്പേസിങ് പ്രോപ്പർ ആയിരിക്കില്ല. സോ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മൾ പാരഗ്രാഫ് അറേഞ്ച് ചെയ്യാനായിട്ട്. നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻ റിഗാർഡിംഗ് ദാറ്റ്, യു ക്യാൻ ടേക്ക് ഡയറക്റ്റ്ലി അഡ്മിഷൻ ഇൻ യുവർ അക്കാഡമി, ബിക്കോസ് നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടും സാധിക്കും. നമ്മൾ ആ ഒരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട്, അല്ലെങ്കിൽ 1 hourനുള്ളിൽ തന്നെ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. സോ നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനും ദെൻ ഒരു ബോഡി പാരഗ്രാഫും കൺക്ലൂഷനും മാത്രം യൂസ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിലും അത് തെറ്റാണ്. ബിക്കോസ് നമ്മൾ 2 മെയിൻ പോയിൻറ്റ്സ് ഒരു പാരഗ്രാഫിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും. ദെൻ നമ്മൾ 2 പാരഗ്രാഫിൽ അത് അറേഞ്ച് ചെയ്തു, ബട്ട് അതിലൊരു കൺക്ലൂഷൻ ഇല്ലെങ്കിലും പ്രശ്നമാണ്. ബിക്കോസ് വി ഹാവ് ടു സമ്മറൈസ് അവർ ഐഡിയാസ്, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ന് ലാസ്റ്റ് ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ എങ്ങനെ എഴുതുകയാണെങ്കിലും നമ്മളുടെ എസ്സേയിൽ ഒരു 4 പാരഗ്രാഫ്സ് ഉണ്ടാവണം, മേ ബി 5. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, ദെൻ 2 ബോഡി പാരഗ്രാഫ്സ്, മേ ബി 3, ദെൻ ലാസ്റ്റ് ഒരു കൺക്ലൂഷനും ഉണ്ടാവണം. ആൻഡ് ഈച്ച് പാരഗ്രാഫ് ഷുഡ് സ്റ്റാർട്ട് ഓഫ് വിത്ത് യുവർ മെയിൻ ഐഡിയ. ഓരോ പാരഗ്രാഫിലും ഒരു മെയിൻ ഐഡിയ ഉണ്ടായാൽ മതി. ദെൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആൻഡ് എക്സാമ്പിളാണ് ഫെർദറായിട്ടും ആ പാരഗ്രാഫിലേക്ക് വരേണ്ടത്. പലരും ഒരു പാരഗ്രാഫിൽ തന്നെ ഒരുപാട് ഐഡിയാസ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ബട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു ഐഡിയയും നിങ്ങൾക്ക് സ്കോർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ഐഡിയാസ് അല്ല ആവശ്യം, അതിന് പകരമായിട്ട് നമ്മുടെ കയ്യിലുള്ള 2 or 3 ഐഡിയാസിനെ എങ്ങനെ ക്ലിയർ ആയിട്ടും ഇലാബറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും, അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഓവർ യൂസ് ആൻഡ് അണ്ടർ യൂസ് ഓഫ് കൊഹസീവ് ഡിവൈസസ്. നമുക്കറിയാം ഒരു ബാൻഡ് ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്ന കൊഹിഷൻ ആൻഡ് കൊഹറൻസ് ആണ്. നമ്മൾ കണക്റ്റേഴ്സ് പ്രോപ്പറായിട്ടും യൂസ് ചെയ്യണം. ബട്ട് കണക്റ്റീവ്സ് യൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ആർട്ടിഫിഷ്യലി ഇഞ്ചെക്റ്റ് ചെയ്തതാണ് എന്ന് ഫീൽ ചെയ്യാനായിട്ടും പാടില്ല. കാരണം നിങ്ങളിത് എഴുതുന്ന സമയത്ത് ഓവറായിട്ട് കണക്റ്റീവ്സ് വന്നാലോ അല്ലെങ്കിൽ കണക്റ്റീവ്സ് പ്രോപ്പറായിട്ട് ഇല്ലെങ്കിലും പ്രശ്നമാണ്. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. On the other hand, parents play a vital role in their children's social development. For example, teaching them to share toys. Moreover,
Even though one or both parents might be very busy, for instance, if they have their own business or a stressful job, that doesn't mean, however, that they cannot devote some time to help with homework, because some studies suggest that such children will do better at school. ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് കണക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് തന്നെ വായിക്കുമ്പോൾ അത് കിട്ടുന്നുണ്ട്, ഇത്രയും കണക്റ്റീവ്സിൻ്റെ ആവശ്യം അതിലില്ലായിരുന്നു. ബട്ട് ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് നോ കണക്റ്റീവ്സ് ആർ ദെയർ. ഒരു കണക്റ്റീവ് പോലും യൂസ് ചെയ്തിട്ടില്ല. The paragraph is like, parents play a vital role in their children's social development, teaching them to share toys. One or both parents might be very busy if they have their own business or a stressful job. That does not mean that they cannot devote some time to help with homework. Some studies suggest that children will do better at school. So ഇതിലും ഒരു കണക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടില്ല. സോ ഈ ഫസ്റ്റ് രണ്ടെണ്ണവും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിലുള്ള കണക്റ്റീവ്സ് ഉണ്ടെന്നും പറയാൻ സാധിക്കുന്നില്ല, ഇല്ലെന്നും പറയാൻ സാധിക്കുന്നില്ല. നമ്മൾ കണക്റ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു റീഡറിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം കണക്റ്റീവ് യൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഓവറായിട്ടും അണ്ടറായിട്ടും കണക്റ്റീവ്സിൻ്റെ യൂസേജ് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ. ഹിയർ ഈസ് എ തേർഡ് എക്സാമ്പിൾ. On the other hand, parents play a vital role in their children's social development. For example, teaching them to share toys. Moreover, no matter how busy parents might be, that does not mean that they cannot devote some time to help with homework, since studies suggest that such children will do better at school. സോ ഇതിൽ നമുക്ക് ആ പ്രോപ്പറായിട്ട് ഒരു കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എന്താണ് എന്നുള്ള ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കണക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ വൈൽ യു ആർ റൈറ്റിംഗ് യുവർ ടാസ്ക് ടു മേക്ക് ഷുവർ ആ ഒരു കറക്റ്റ് എമൗണ്ടിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു കോണ്ടെക്സ്റ്റിന് മാച്ച് ആവുന്നത് എന്നുള്ള രീതിയിൽ വേണം കണക്റ്റീവ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നിങ്ങൾ ആർട്ടിഫിഷ്യലി ഇൻജെക്റ്റ് ചെയ്തതാണ് ആ കണക്റ്റീവ്സ് എന്ന് തോന്നാനായിട്ടും പാടില്ല. And the next one is vocabulary choice. Don't copy or borrow your vocabulary. കോപ്പി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, എക്സാം ഹോളിൽ നമ്മൾ എന്തായാലും കോപ്പി ചെയ്യില്ലല്ലോ എന്ന്. ബട്ട് ഹിയർ കോപ്പി മീൻസ് ഒരിക്കലും കോപ്പി നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് കോപ്പി ചെയ്യാണ്ടിരിക്കുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സെയിം വൊക്കാബുലറി തന്നെ യൂസ് ചെയ്യാണ്ട് ഡിഫറൻറ്റ് സിനോണിംസ് യൂസ് ചെയ്ത് എഴുതുന്നതാണ് എപ്പോഴും സ്കോർ ബൂസ്റ്റ് ചെയ്യാനായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ക്വസ്റ്റ്യൻ പ്രോംപ്റ്റ്. Once children start school, teachers become a more important influence on children's intellectual and social development than parents. To what extent do you agree or disagree? Give reasons for your answer and include any relevant examples from your experience or knowledge. So, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇൻ ദിസ് എസ്സേ ഐ ഷാൽ ഡിസ്കസ് ഹൗ. ദെൻ നമ്മൾ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ തന്നെ ഒരു കോപ്പി പേസ്റ്റ് ആണ്. വൺസ് ചിൽഡ്രൻ സ്റ്റാർട്ട് സ്കൂൾ, ടീച്ചേഴ്സ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ചിൽഡ്രൻസ് ഇൻ്റലക്ച്വൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ദാൻ പേരൻസ്. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അതിൽ നിങ്ങളുടെ ലാംഗ്വേജ് എന്ന് പറയാനായിട്ടും ഒന്നുമില്ല. സോ മേക്ക് ഷുവർ യു ഹാവ് ടു യൂസ് സിനോണിംസ്. സിനോണിംസ് യൂസ് ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്ത് ശീലിക്കുക. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എഴുതാവുന്നതാണ്. ഇൻ ദിസ് എസ്സേ ഐ ഷാൽ കമ്പയർ ദ റിലേറ്റീവ് എഫക്ട്സ് ഓഫ് ബോത്ത് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് പേരൻസ് ഓൺ അക്കാഡമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻ യങ് ചിൽഡ്രൻ ഇൻ ദ ബിലീഫ് ദാറ്റ് ഇറ്റ് ഈസ് ദ ക്ലാസ് റൂം ദാറ്റ് ഹാസ് ഗ്രേറ്റർ ഇമ്പാക്ട്. സെയിം കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ബട്ട് ഇറ്റ് ഈസ് പാരഫ്രൈസ്ഡ്. സോ നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് ഏതൊക്കെ രീതിയിൽ ഇങ്ങനെ പാരഫ്രൈസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ വി ഹാവ് ഓൾറെഡി അപ്ലോഡഡ് ദാറ്റ്. ഇഫ് യു ഹാവ് ഇൻ വാച്ച് ദാറ്റ് യു ക്യാൻ വാച്ച് ദാറ്റ് ത്രൂ അവർ ചാനൽ. നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് റീഫ്രൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ യു ക്യാൻ ഫോളോ വൺ ടിപ്പ്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കാണ്ട് തന്നെ നിങ്ങളായിട്ട് ചിന്തിക്കുക, ഹൗ ഐ വിൽ റൈറ്റ് ദിസ് സെൻറ്റൻസ്. എനിക്ക് ഈ ഒരു മലയാളം ഐഡിയ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഇത് ഇംഗ്ലീഷിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ രീതിയിൽ തിങ്ക് ചെയ്ത് എഴുതുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പാരഫ്രൈസ് ചെയ്യാവുന്നതാണ്. ദെൻ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കി നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ അറിയാണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യും. സോ നെവർ കോപ്പി പേസ്റ്റ് യുവർ ക്വസ്റ്റ്യൻ, യു ഹാവ് ടു പാരഫ്രൈസ് ദാറ്റ്. ദെൻ
നമ്മൾ ബോറോഡ് വൊക്കാബുലറി, ദാറ്റ് മീൻസ് മറ്റു പലരും കോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതുന്നത് ഒരിക്കലും നമ്മുടെ സ്കോർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. ദാറ്റ് മീൻസ് നമുക്കറിയാം പലരും പലതും പറയാറുണ്ട്. നമ്മൾ കോട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ സ്ലോഗൻസ് ആയിട്ടൊക്കെ കേട്ടുള്ള പല സെൻറ്റൻസസും ഉണ്ടാവാം നമ്മുടെ ആ ഒരു കോണ്ടെക്സ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ സേ ദാറ്റ് എഡ്യൂക്കേഷൻ ബിഗിൻസ് അറ്റ് ഹോം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പ്രോവർബായിട്ട് നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വൺ ചിൽഡ്രൻ, വൺ ബുക്ക്, വൺ ടീച്ചർ, വൺ pen can change the world. മലയാള പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് ഉണ്ട്. ഇഫ് യു റൈറ്റ് ദിസ് സെൻറ്റൻസ് ഇൻ യുവർ റൈറ്റിംഗ് പേപ്പർ, ഇറ്റ്സ് നോട്ട് യുവർ ലാംഗ്വേജ്. നിങ്ങളായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ലാംഗ്വേജ് അല്ല ഇത്. നിങ്ങൾ എവിടെ നിന്നോ കേട്ട് ബൈഹാർട്ട് ചെയ്ത് എഴുതിയേക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. Or for example, a teacher can have a positive lasting effect on a children even with the minimum of resources. So ഈ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്, ബട്ട് ഇറ്റ് ഈസ് പാരഫ്രൈസ്ഡ്. സോ നിങ്ങൾ എന്തെങ്കിലും കോട്ട്സ് പറയാനായിട്ടും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പാരഫ്രൈസ് ദാറ്റ് കോട്ട് ഇൻ ടു യുവർ സെൻറ്റൻസ്. ഒരിക്കലും ആ ഒരു കോട്ട് ഡയറക്റ്റായിട്ട് എഴുതാണ്ടിരിക്കുക. കാരണം അതുവഴി നിങ്ങൾക്ക് ഒരു സ്കോറും അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കില്ല. നിങ്ങൾ എന്ത് കാര്യം സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ യുവർ ഓൺ ലാംഗ്വേജ്. ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അത് പേപ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും പാടുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അൺഫെമിലിയർ വിത്ത് ക്വസ്റ്റ്യൻ ടൈപ്സ്. നമുക്ക് ക്ലിയർ ആയിട്ടും IELTSൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നറിയില്ലെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിപ്പോൾ ഏത് ടൈപ്പ് എസ്സേ ആണ്, ഞാനിത് എങ്ങനെയാണ് എഴുതേണ്ടത്. സോ എപ്പോഴും എത്ര ടൈപ്സ് ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2 ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാമിനായിട്ട് അപ്പിയർ ചെയ്യുക. ആൻഡ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ബോത്ത് വ്യൂസ് ആൻഡ് ഗീവ് യുവർ ഒപ്പീനിയൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫെമിലിയർ അല്ല എങ്കിൽ നിങ്ങൾ ബോത്ത് വ്യൂ ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ഇഫ് യു ആർ ഡിസ്കസിങ് ഓൺലി വൺ സൈഡിൻ്റെ പോയിൻറ്റ്സ് മാത്രം കോട്ട് ചെയ്താണ് നിങ്ങൾ ആ ഒരു എസ്സേ എഴുതിയിട്ടുള്ളത് എങ്കിൽ യു ക്യാൻ അച്ചീവ് എ മാക്സിമം ഓഫ് 5 ബാൻഡ് ഇൻ യുവർ ടാസ്ക് റെസ്പോൺസ്. കാരണം സെക്കൻഡ് സൈഡ് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുമില്ല, നിങ്ങളുടെ ഒപ്പീനിയൻ അവിടെ ക്ലിയർ ആയിട്ടും സ്റ്റേറ്റ് ചെയ്തിട്ടുമില്ല. സോ എപ്പോഴും ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ആൻസർ ചെയ്യാനായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കണം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് എത്ര ടൈപ്പ് എസ്സേ ഉണ്ട് അല്ലെങ്കിൽ എത്ര ടാസ്ക് 2 ഉണ്ട് എന്നുള്ളൊരു ക്ലിയർ ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളത്. ബിക്കോസ് വൈൽ യു ആർ മൂവിങ് ടു എ ഫോറിൻ കൺട്രി, അവിടെ ഇപ്പോൾ അക്കാഡമിക് IELTS എഴുതുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അക്കാഡമിക് പേർപ്പസിന്, ദാറ്റ് മീൻസ് നമുക്ക് അവിടെ പോയി ഇംഗ്ലീഷിൽ പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ള നമ്മുടെ ആ ഒരു സ്കില്ല് അവർ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് വൈൽ യു ആർ റൈറ്റിംഗ് യുവർ ജനറൽ IELTS നിങ്ങൾ അവിടെ പോയി ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്കോർ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു 10 മിസ്റ്റേക്സ് നിങ്ങളുടെ പേപ്പറിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടത് നെസസറിയാണ്. സോ ഈ മിസ്റ്റേക്സ് നിങ്ങളുടെ പേപ്പറിൽ ഇപ്പോഴും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് മോർ ആൻഡ് അവോയ്ഡ് ദിസ് മിസ്റ്റേക്സ്. ആൻഡ് സ്റ്റിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല, ഒരു എക്സ്റ്റേണൽ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് അവർ അക്കാഡമി. ആൻഡ് ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ ത്രൂ ദ കമൻറ്റ് ബോക്സ്. Okay, so that's all for today. This is Tiju and thank you for watching the live session. So thank you.